നാളെ എൻ്റെ അച്ഛൻ്റെ ആണ്ടുബലിയാണ്. എൻ്റെ അച്ഛൻ നമ്മളെ വിട്ടു പോയിട്ട് 1 വർഷമാകുന്നു. ഹൈന്ദവ ആചാരപ്രകാരം പിതൃബലി തർപ്പണം നടത്തുന്നവർ തലേ ദിവസം നെല്ലരി ആഹാരം 1 നേരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് പ്രഭാത ഭക്ഷണത്തിന് ഗോതമ്പ് പുട്ടാണ് അമ്മ ഉണ്ടാക്കി തന്നത്. ഇനി ഉച്ചത്തേക്കുള്ള ഒരുക്കലിൻ്റെ തിരക്കിലാണ് അമ്മ. ഉച്ചയ്ക്ക് 1 നേരം സസ്യാഹാരം ഉൾപ്പെടുത്തി ഇലയിട്ട് ഊണ് തരും. നമ്മളിവിടെ ഒരുക്കൽ എന്നാണ് പറയുക. അധികം കൂട്ടാനൊന്നുമില്ല. അമ്മയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അമ്മ കുറച്ച് കൂട്ടാനൊക്കെ വെച്ച് തന്നു. പച്ചടി, തോരൻ, അവിയൽ, കൂട്ടുകറി. ഈ കൂട്ടുകറി ഉരുളക്കിഴങ്ങിൽ തയ്യാറാക്കിയതാണ്. ഇതില്ലെങ്കിൽ എങ്ങനെയാ ചോറ് കഴിക്കുന്നത്? ഈ കൂട്ടുകറിയും പപ്പടവും പരിപ്പും ഒക്കെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ ഒരു സദ്യ കഴിച്ച ഫീലാണ്. അങ്ങനെ അമ്മ ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ഒരു സദ്യ തന്നെ വെച്ച് വിളമ്പി കേട്ടോ. അങ്ങ് കൂട്ടിക്കുഴച്ചടിച്ചു. ബലിയിടുന്നതിൻ്റെ തലേന്നാൾ നമ്മൾ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ അർച്ചന ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ശ്രീ ഭരദ്വാജ ശിവക്ഷേത്രമാണുള്ളത്. ബാലരാമപുരത്തെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശ്രീ ഭരദ്വാജ ഋഷീശ്വര ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഞാൻ മൃത്യുഞ്ജയ അർച്ചന ചെയ്യുന്നത്. ആരാണോ ബലിയിടാൻ പോകുന്നത് അവരുടെ പേരും നാളും പറഞ്ഞ് മൃത്യുഞ്ജയ അർച്ചന ചെയ്യണം. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ 6:30 ആയിട്ടുണ്ട്. പൂജാ സമയമാണ്. അപ്പോൾ ഒത്തിരി സമയം എനിക്ക് ക്ഷേത്രത്തിൽ നിൽക്കേണ്ടി വന്നു. എല്ലാ പൂജയും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയത്. ഈ അർച്ചന നിർബന്ധമായും ചെയ്തിരിക്കണം. ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് പിറ്റേന്ന് ബലിയിടാൻ സാധിക്കുകയുള്ളൂ. ബാലരാമപുരം റെയിൽവേ ക്രോസിന് സമീപത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവരാത്രി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം കേട്ടോ. 12 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ വരുന്നത്. ഗണപതി, നാഗരാജാവ്, അയ്യപ്പൻ, കൃഷ്ണൻ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ഉപപ്രതിഷ്ഠകൾ. അങ്ങനെ അർച്ചനയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴ വന്നത് കാരണം ഞാൻ വീട്ടിലേക്ക് ഉടനെ തന്നെ യാത്രയായി. അങ്ങനെ ഞാൻ ബലിയിടാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ് ബലിയിടുന്നത്. ഞങ്ങൾക്ക് അടുത്തായിട്ട് ഈ തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണുള്ളത്. അപ്പം ആദ്യം മുതൽ അവസാനം വരെയുള്ള ബലി ഇവിടെയാണ് ഇടുന്നത്. രാവിലെ 6:30 ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ്. ബലിതർപ്പണ ചടങ്ങിന് പേരുകേട്ട ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണം നടത്തുന്നു. ഇവിടെ കർക്കിടക വാവിന് ബലിയർപ്പിച്ചാൽ 1 വർഷം മുഴുവൻ ബലിയർപ്പിക്കുന്നതിൻ്റെ പുണ്യമുണ്ട് എന്നാണ് വിശ്വാസം. നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ തന്നെ അവർ പറയുന്ന ഓരോ മന്ത്രങ്ങളും നമ്മൾ അതുപോലെ പറഞ്ഞുകൊണ്ട് നമ്മളെ വിട്ടുപോയ വേണ്ടപ്പെട്ടവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ബലിതർപ്പണം നടത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ആത്മാവ് വന്ന് നിൽക്കുന്ന ഫീലാണ് നമുക്ക് തോന്നുന്നത്. സത്യത്തിൽ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു പോയി. അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതേപടി ചെയ്യുമ്പോൾ മുന്നിൽ അച്ഛൻ വന്ന് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നും അന്നദാനം കഴിച്ചതിന് ശേഷം മാത്രമാണ് വീട്ടിൽ മടങ്ങേണ്ടത്. മാസബലിയെല്ലാം എൻ്റെ സഹോദരനാണ് ഇട്ടുകൊണ്ടിരുന്നത്. ആണ്ടുബലി വരുമ്പോൾ 2 മക്കളും വന്ന് ബലിയിടണമെന്നാണ് പറഞ്ഞത്. ഇതാണ് എൻ്റെ അച്ഛൻ. 3 വർഷം മുൻപേ എൻ്റെ അച്ഛൻ അവസാനമായി സന്തോഷിച്ച ദിവസമാണിത്. പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷത്തിന് പൂർണ്ണമായും കിടപ്പിലായിരുന്ന അച്ഛനെ വീൽ ചെയറിൽ എടുത്തിരുത്തി ഞങ്ങളുടെ ഒപ്പം ഇരുന്ന അച്ഛനും ആഘോഷിക്കുകയായിരുന്നു. ഒത്തിരി സന്തോഷിച്ച് ചിരിച്ച നിമിഷങ്ങൾ എൻ്റെ അച്ഛൻ്റെ മുഖത്തന്ന് ഞാൻ കണ്ടു. സത്യത്തിൽ ഈ വീഡിയോ ഇന്ന് കാണുമ്പോഴും ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. ഈ ഒരു വീഡിയോ മാത്രമാണ് നമുക്ക് സൂക്ഷിക്കാൻ കിട്ടിയത്. കാശി തള്ളേ